നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതും കുഞ്ഞ് പിതൃസഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ടെന്ന കണ്ടെത്തലും നാടിനെ നടുക്കി. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രതപ്പെടണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81% ഇക്കൊല്ലത്തെ വിജയം. മുൻവർഷത്തേക്കാൾ നേരിയ കുറവ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയിൽ വാഹനാപകടം. കല്ലട ബസ്സും മിനി ബസ്സും കൂട്ടിയിടിച്ച് 9 സ്ത്രീകൾക്കും മിനി ബസ് ഡ്രൈവറിനും പരിക്ക്. 5 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 5 പേരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. രാമങ്കര വേഴപ്പറച്ചിറയിൽ അകത്തേപ്പറമ്പിൽ വിദ്യയാണ് ഭർത്താവിനാൽ കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദ് കസ്റ്റഡി. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. ലിയോ 14 മാർപ്പാപ്പയുടെ ചാപ്ലിനായി ആലപ്പുഴ സ്വദേശി ഫാദർ ജോൺ ബോയയെ നിയമിച്ചു. ഇപ്പോൾ ആഫ്രിക്കയിൽ വത്തിക്കാൻ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുകയാണ് ഫാദർ ബോയ. കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ അഴിമതിയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് നഗരസഭ ഓഫീസിൽ ഉപരോധ സമരം നടത്തി. പോലീസുമായി നേരിയ തോതിൽ ഉന്തുതള്ളു. വാർത്തകൾ വിശദമായി. എറണാകുളത്ത് നിന്ന് ആരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതും കുഞ്ഞ് പിതൃ സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ടെന്ന കണ്ടെത്തലും നാടിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രതപ്പെടണമെന്ന മുന്നറിയിപ്പ്. എറണാകുളം മൂഴിക്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞുവന്ന 3.5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പിടിയിലായ പ്രതി കുറ്റം സമ്മതിച്ചു. കുട്ടിയുടെ പിതാവിൻ്റെ അടുത്ത ബന്ധുവാണ് പീഡനം നടത്തിയത്. വീടിനുള്ളിൽ വെച്ച് തന്നെയാണ് കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിക്ക് 2.5 വയസ്സുള്ളപ്പോൾ മുതൽ പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി മരിച്ചതിൻ്റെ തലേ ദിവസവും പീഡനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മ വിവരം അറിഞ്ഞിരുന്നുവെന്നും പ്രതി പറഞ്ഞു. കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നിർണായകമായത്. മറ്റ് തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിനിടെ പ്രതി പൊട്ടിക്കരഞ്ഞുവെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോക്സോ, ബാലനീതി വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ വിവിധ സംഘടനാ നേതാക്കൾ ആശങ്കയറിയിച്ചു. എറണാകുളത്ത് ആ 3.5 വയസ്സുകാരിയുടെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള വാർത്തയുടെ ഞെട്ടലിൽ നിന്ന് തന്നെ നമ്മളാരും ഒരിക്കലും മോചിതരാകുമെന്ന് കരുതുന്നില്ല. കാരണം നമ്മൾ കേരളത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2 ദിവസം അങ്ങനെ കടന്നു പോയപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ പുതിയ വാർത്ത വരുന്നത്. ആ കൊച്ചു കുഞ്ഞിനെ പോലും പീഡിപ്പിച്ചു എന്നുള്ള വളരെ ഗുരുതരമായ വാർത്ത എന്നുള്ളതല്ല, അതിനപ്പുറമായിട്ടുള്ള വിശേഷണങ്ങളാണ് അവിടെ ചാർത്തേണ്ടത്. നമുക്ക് എന്ത് പറ്റിപ്പോയി സമൂഹത്തിനെന്ന് പറയുമ്പം സമൂഹത്തിലെ മുഴുവൻ ആളുകളെയുമല്ല, ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ കുഞ്ഞുങ്ങളുടെ നേരെ തിരിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത, നമ്മളൊരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. ഒരു പ്രസവിച്ച അമ്മ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന പ്രസവവേദന അടക്കം ഓർക്കുമ്പോൾ ഇങ്ങനെ കൊല്ലുമോ എന്ന് സംശയിച്ചാണ് നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ ഉണ്ടായ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് നമ്മളപ്പോഴും വിലയിരുത്തിയിരുന്നില്ല. ഇപ്പോൾ അത് ഏത് കാരണത്താലും എങ്ങനെ വിലയിരുത്തിയാലും നമുക്കതിനെ ന്യായീകരിക്കാനും കഴിയില്ല. പക്ഷേ ഈ 1.5 വർഷക്കാലമായിട്ട് 10 തവണയിലധികം ഈ കുഞ്ഞ് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് തന്നെ തത്വത്തിൽ അറിയാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങൾ ആരായാലും വീടിനകത്താണ് ഏറ്റവും കൂടുതൽ സുരക്ഷിതരെന്നാണ് കരുതുന്നത്, അല്ലേ? നമ്മളൊക്കെ ഏത് പ്രതിസന്ധിയിൽ വന്നാലും മാനസികമായും ശാരീരികമായും ഒക്കെ നമുക്ക് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ വീടിന്റെ ആ 4 ചുവരുകൾക്കുള്ളിലാണ്. അപ്പൊ ഈ കുഞ്ഞിന് സ്വന്തം വീടിനകത്താണ് അത് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ള വാർത്ത നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ്. സത്യത്തില് കുറ്റക്കാർക്കെതിരെ പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. അത് ഒറ്റയടിക്ക് ഇതിന് ഒരു മാർഗം അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്.
എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ നമ്മുടെ ഈ കേരള മനസാക്ഷിയെ, ഈ സാക്ഷര കേരളത്തിന് ഏറ്റവും അപമാനകരവും ഞെട്ടലുളവാക്കുന്നതും വളരെ ഭീതിതവുമാണ്. കൊച്ചുകുട്ടികളുള്ള, പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത്. നമ്മുടെ ഈ സാക്ഷര കേരളത്തിലെ ഏറ്റവും അത്യാധുനിക ജീവിത നിലവാരങ്ങളിൽ വ്യാപരിക്കുന്ന നമ്മളിലൊക്കെ തന്നെ വന്നുകൂടിയിട്ടുള്ള മാനസിക വ്യാപാരങ്ങളുടെ ഒരു ബാക്കിപത്രമാണ് നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ. വളരെ ദുഃഖം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ. കുറ്റക്കാരാരായാലും ശരി, അതിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അനിവാര്യത തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കരുതെന്നാണ് നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഒരു കുഞ്ഞുമക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു മക്കൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം. നമ്മുടെ സമൂഹത്തിൽ നമ്മളിൽ ചുറ്റുപാടുമുള്ളവരുടെയൊക്കെ തന്നെ മനസ്സിലാക്കാനും അവർക്ക് സംരക്ഷണം നൽകാനുമായിട്ട് നമ്മൾക്ക് ഒരു പ്രത്യേക ചുമതലയുണ്ട് എന്നുള്ളതാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത്. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 77.81% വിജയം. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇത്തവണ വിജയ ശതമാനത്തിൽ നേരിയ കുറവ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 2025 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,8,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%. 78.69% വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. 77.81% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലവും ഇതിനൊപ്പം പ്രഖ്യാപിച്ചു. ഇത്തവണ 4,44,707 പേരാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. 26,178 പേർ VHSE പരീക്ഷയും എഴുതി. മന്ത്രി ഫലം പ്രഖ്യാപിച്ച ശേഷം 3:30 മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെ, മൊബൈൽ ആപ്ലിക്കേഷനുകളിലൂടെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം ലഭ്യമായി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 78.69% വിജയം. 2012 രേഖപ്പെടുത്തിയ 88.08% സംസ്ഥാനത്ത് +2 ഉണ്ടായ ഇതുവരെയുള്ള ഉയർന്ന വിജയശതമാനം. മാർച്ച് 6 മുതൽ 29 വരെയായിരുന്നു പരീക്ഷ നടന്നത്. SSLC പരീക്ഷാ ഫലം വന്ന 12 ദിവസങ്ങൾക്ക് ശേഷമാണ് +2 ഫലവും പ്രഖ്യാപിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. ദേശീയപാത ചേർത്തലയിൽ വാഹനാപകടം. കല്ലട ബസ്സും മിനി ബസ്സും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. 9 സ്ത്രീകളും മിനി ബസ്സിൻ്റെ ഡ്രൈവറും അപകടത്തിൽപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. 5 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 5 പേരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയിൽ വാഹനാപകടം. കല്ലട ബസ്സും മിനി ബസ്സും കൂട്ടിയിടിച്ച് 9 സ്ത്രീകൾക്കും മിനി ബസ് ഡ്രൈവറിനും പരിക്ക്. എരമല്ലൂർ RF എക്സ്പോർട്സ് കമ്പനിയിലെ പീലിംഗ് തൊഴിലാളികളായ സ്ത്രീകളാണ് മിനി ബസ്സിൽ ഉണ്ടായിരുന്നത്. ചേർത്തല, തിരുവിഴ, കണിച്ചുകുളങ്ങര, അരീപ്പറമ്പ് സ്വദേശികളായ ഷീജാമോൾ 50, രമ 54, രത്നവല്ലി 50, ലക്ഷ്മി 56, ഷൈമോൾ 42, ഷീജ 52, സരിത 38, ഫാസുര 59, വത്സല 54, മിനി ബസ് ഡ്രൈവർ കുഞ്ഞുമോൻ 52 എന്നിവർക്കാണ് പരിക്കേറ്റത്. കാര്യമായി പരിക്കേറ്റ ഷീജാമോൾ, രമ, രത്നവല്ലി, ലക്ഷ്മി, ഷൈമോൾ എന്നിവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളവർ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരുടെയും നില ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു. കല്ലട ബസ്സിലെ യാത്രക്കാരായ ചിലർക്കും നിസ്സാര പരിക്കേറ്റിട്ടുണ്ട്. ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയ്ക്കും റെയിൽവേ സ്റ്റേഷനും മധ്യേ വ്യാഴാഴ്ച രാവിലെ 8:10 അപകടം. ബാംഗ്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സും ചേർത്തലയിൽ നിന്ന് സ്ത്രീ തൊഴിലാളികളുമായി എരമല്ലൂർക്ക് പോവുകയായിരുന്ന മിനി ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിച്ചത്. തുടർന്ന് ഫയർഫോഴ്സും പിന്നാലെ പോലീസും എത്തി. സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വിളിക്കുന്നത്, അമ്മയെ വിളിച്ചു.
അങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് 2 ചേച്ചിമാർ താഴെയും ഒരാൾ ഇവിടെയും കിടക്കും. അപ്പം ഞാൻ മുകളിൽ ചെന്ന് അവർ രണ്ടുപേരും പുറകെ വന്നൊരു വണ്ടിയിൽ കയറ്റി വിട്ടു. പുറകെ വന്നൊരു വണ്ടി ആ താഴെ കിടന്ന ചേച്ചിയെ കൊണ്ടുപോയി. ബാക്കിയുള്ളവരെ ഞാൻ വിളിച്ചു അവരുടെ ബാഗ് ചെയ്തു. ബാക്കിയെല്ലാം അവർക്ക് ചെറിയ ചെറിയ പരിക്കുള്ളൂ, വീണതും അല്ലെങ്കിൽ പിടികൊണ്ടതൊക്കെ ഉള്ളൂ. ഡ്രൈവറിനെ ഇവിടെ വീണ ചേച്ചി ഒരു വണ്ടിയിലാണ് പോയത്. ബാക്കി 2 പേരും മുകളിൽ കിടന്നവർ അവർ വേറെ വണ്ടിയിലാണ് പോയത്. സീരിയസ് അവിടെ മുകളിൽ കിടന്ന 2 പേരും തലകൂട്ടിയിട്ടുണ്ട്. ബ്ലഡും വരുന്നു. ഞാൻ പൊത്തിയായിരുന്നു അവിടെ. അവരും അവരെ ഇരുന്ന് തുണി വെച്ച് തന്നെ അവർ പൊത്തി പിടിച്ചിട്ടാണ് പോയത്. അതിന് കൂട്ടത്തൊരു ചേട്ടൻ ആരോട് പോയിട്ട് കൊണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് മിനി ബസ്സിൽ നിന്നും സ്ത്രീകൾ പുറത്തേക്ക് തെറിച്ചു വീണതായി രക്ഷാപ്രവർത്തനം നടത്തിയ പ്രദേശവാസിയായ യുവാവ് പറഞ്ഞു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. റോഡിൽ നിന്ന് JCB ഉപയോഗിച്ചാണ് ബസ് സൈഡിലേക്ക് മാറ്റിയത്. തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകട പരമ്പര. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ 1355 അപകടങ്ങളാണുണ്ടായത്. 104 ജീവനുകൾ പൊലിഞ്ഞു. അധികാരികളുടെ അനാസ്ഥയെന്ന് ആരോപണം. ആലപ്പുഴ ജില്ലയിൽ ഈ വർഷം ആദ്യ 4 മാസങ്ങളിൽ മാത്രം നിരത്തിൽ പൊലിഞ്ഞത് 104 ജീവനുകൾ. അതായത് ഓരോ ആഴ്ചയും 6 പേർ വീതം. അപകടങ്ങളും അപകട മരണങ്ങളും തുടക്കഥകളാവുമ്പോഴും കൂടുതൽ അപകടത്തിനുള്ള സാധ്യത നാം തന്നെ ഒരുക്കുകയാണ്. ജില്ലയുടെ അത്ര തന്നെ നീളത്തിൽ ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പലയിടത്തും അപ്രതീക്ഷിത തിരിച്ചുവിടലുകളുണ്ട്. ചിലയിടത്ത് റോഡിൽ കുഴിയുമുണ്ട്. എന്നാൽ ഇതിനിടയിലും അമിത വേഗത്തിലും തെറ്റായ ദിശയിലും സഞ്ചരിച്ച മറ്റുള്ളവർക്ക് കൂടി അപകട സാധ്യത സൃഷ്ടിക്കുന്ന ചെറിയൊരു വിഭാഗം ഡ്രൈവർമാരുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലും അപകടങ്ങളും മരണവും തുടരുകയാണ്. ഈ വർഷം ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ 1355 റോഡപകടങ്ങളാണ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 1148 പേർക്ക് സാരമായി പരിക്കേറ്റു. 484 പേർക്ക് നിസ്സാര പരിക്കുകളേറ്റു ചികിത്സയും തേടിയിട്ടുണ്ട്. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട ഭാഗത്തും ആവശ്യത്തിന് മുന്നറിയിപ്പ് ബോർഡുകളില്ല. പുതിയ പാത തീരുന്ന ഭാഗത്താണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. രാത്രിയിലും മഴയുള്ളപ്പോഴും ഡ്രൈവർക്ക് ദൂരക്കാഴ്ച കുറവായതിനാൽ ഈ ബോർഡുകൾ കാണുമ്പോഴേക്കും വാഹനം കുഴിയിൽ ചാടുകയോ വളവിലെത്തുകയോ ചെയ്യുകയാണ് പതിവ്. പലപ്പോഴും ഇതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതും. 100 മീറ്റർ മുൻപെങ്കിലും ബോർഡുകൾ ഉണ്ടെങ്കിൽ വാഹനങ്ങൾ വേഗം കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമാകും. ടൈം ന്യൂസ്, ആലപ്പുഴ. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി. രാമങ്കരി വേഴപ്രച്ചിറയിൽ അകത്തെ പറമ്പിൽ വിദ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദ് അറസ്റ്റിൽ. ബുധനാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. രാമങ്കരി വേഴപ്രച്ചിറയിൽ അകത്തെ പറമ്പിൽ വിദ്യയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ബുധനാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയമാണ് കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്നാണ് സൂചന. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുകയാണ് ദമ്പതികൾ. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാമങ്കരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഞാൻ രാമങ്കരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് രാജു മോൻ. എനിക്കവരെ വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാം. അവരുടെ കുടുംബക്കാരെ എല്ലാവരെയും എനിക്കറിയാം. അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവമുള്ളതായിട്ട് നമുക്കറിയില്ല. മറ്റൊന്ന് ഭർത്താവ് എന്ന് പറയുന്ന വിനോദ് എന്ന് പറയുന്ന ഭർത്താവ്, അവനും അദ്ദേഹവും ഈ മദ്യപിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന ഒരു രീതിയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ പെട്ടെന്നുണ്ടായ ഇവിടെ അന്വേഷിച്ച രീതിയിൽ പെട്ടെന്നുണ്ടായ ഒരു യാത്രയും കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലും കൂടി ഒരു വാക്കുതർക്കം ഉണ്ടായി ഒരു അക്രമം നടത്തുകയാണെന്നുള്ളതാണ് എനിക്കിവിടെ അറിവ് കിട്ടിയത്. ഈ പരിസരത്തെല്ലാം അന്വേഷിച്ചപ്പോഴും ഇങ്ങനെ ഒരു കുടുംബ വഴക്കായിട്ട് നടക്കുന്നതായിട്ടൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. എന്താണേലും നാട്ടിൽ നടക്കാൻ മേലാത്തൊരു സന്ദർഭമായി മാറി. ഇവിടെ നാടിൻ്റെ എല്ലാ ദുഃഖത്തിലും ആ കുടുംബത്തിലെ എല്ലാ ദുഃഖത്തിലും വലിയ ദുഃഖം രേഖപ്പെടുത്തുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിലുള്ള പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ SD കോളേജിൽ ആരംഭിച്ച പുസ്തകോത്സവം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച പുസ്തകമേള സമാപിക്കും. ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ 3 ദിവസം നീളുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. ആലപ്പുഴ SD കോളേജിൽ ആരംഭിച്ച പുസ്തകോത്സവം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആർജിച്ച എല്ലാ ഉയർച്ചയിൽ നിന്ന് ഒരു സമൂഹത്തെ വലിച്ചു താഴെയിടാൻ പാകമാകുന്ന വികലമായ ആശയഗതിക്കാർ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു പ്രത്യേകതയാണ്. അവിടെ നിശബ്ദത ഒരു പ്രശ്നം തന്നെയാണ്. തുറന്നീ സമൂഹത്തിൽ ഉയർന്ന ശബ്ദമായി മാറിത്തീരേണ്ട നാവുകൾ ഈ കേരളത്തിൽ ഉണ്ടാവുന്നില്ല, അല്ലെ ഉയരുന്നില്ല എന്നത് ഗൗരവമായൊരു പ്രശ്നമായി നമ്മുടെ സാംസ്കാരിക ലോകത്ത് നാം പരിഗണിക്കൊണ്ടൊരു കാര്യമാണ്. കവി കുരീപ്പുഴ ശ്രീകുമാർ വിശിഷ്ടാതിഥിയായി. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാറം മാക്കീൽ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G. കൃഷ്ണകുമാർ, SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH. പ്രേമ, കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി അജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S. ആസാദ്, KK. സുലൈമാൻ,
ഹരീന്ദ്രനാഥ് തായങ്കരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് സ്വാഗതം പറഞ്ഞു. അലിയാരമ്മാക്കിയിൽ രചിച്ച പ്രിയ സദസ കാലാപുറക്കികളും കളപ്പുരയ്ക്കൽ നിറയ്ക്കുന്നവരും എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനം പി.കെ. മേദിനി, വിശ്വൻ പടനിലം എന്നിവർ നിർവഹിച്ചു. നാടക സംവിധായകൻ കെ.എൻ. ധർമ്മൻ, മാലൂർ ശ്രീധരൻ, ആലപ്പി ഋഷികേഷ്, ആലപ്പി രമണൻ, CNN നമ്പി, സിനിമാ സീരിയൽ താരം പുന്നപ്രമധു, കെ. മോഹൻകുമാർ, ഇടക്കൊച്ചി സലിംകുമാർ, എച്ച്. സുബൈർ എന്നിവർ പങ്കെടുത്തു. ഗോപി ബുധനൂർ രചിച്ച ഇതിഹാസ കളരിവീരൻ ചെങ്ങന്നൂരാദി പുള്ളുവരും സർപ്പംപാട്ടും പുസ്തക പ്രകാശനവും നടത്തി. തുടർന്ന് ചേർന്ന കവിയരങ്ങ് കെ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് രവീന്ദ്രനാഥ് അധ്യക്ഷനായി. ഗോപി ബുധനൂർ സ്വാഗതം പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 9:30 നടക്കുന്ന MT അനുസ്മരണവും സർഗസംവാദവും കഥാകൃത്ത് കെ. രേഖ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ S. സജികുമാർ അധ്യക്ഷനാവും. പകൽ 2 ചേർന്ന തായാട്ട് അനുസ്മരണവും കഥയരങ്ങും കവി കാവാലം ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. SV ബാബു അധ്യക്ഷനാവും. 4:30 അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കൃഷ്ണേശ്വരി വിമുക്തി പ്രഭാഷണം 4:30 അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കൃഷ്ണേശ്വരി വിമുക്തി പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ 9 ചേർന്ന അനുമോദന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. അലിയാരമ്മാക്കിയിൽ അധ്യക്ഷനാവും. സിവിൽ സർവീസ് പരീക്ഷയിലെ ഉന്നത വിജയികളെ PP ചിത്തരഞ്ജൻ MLA അനുമോദിക്കും. ലിയോ 14 മാർപ്പാപ്പയുടെ ചാപ്ലിനായി ആലപ്പുഴ സ്വദേശി ഫാദർ ജോൺ ബോയയെ നിയമിച്ചു. ഇപ്പോൾ ആഫ്രിക്കയിൽ വത്തിക്കാൻ സ്ഥാനപതിയായി ചുമതല വഹിക്കുകയാണ് ഫാദർ ബോയ. ലിയോ 14 മാർപ്പാപ്പയുടെ ചാപ്ലിനായി ആലപ്പുഴ രൂപതാംഗമായ ഫാദർ ജോൺ ബോയയെ മാർപ്പാപ്പ നിയമിച്ചു. നിലവിൽ ആഫ്രിക്കയിൽ വത്തിക്കാൻ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുന്ന ഫാദർ ബോയ്ക്ക് നയതന്ത്ര സേവനത്തിന് നൽകിവരുന്ന അംഗീകാരമായാണ് ചാപ്ലിൻ പദവി നൽകിയത്. മാർപ്പാപ്പയുടെ ചാപ്ലിൻ എന്നത് മോൺസിഞ്ഞോർ എന്ന ഓണററി പദവിയാണ്. പേരിനൊപ്പം മോൺസിഞ്ഞോർ എന്നെഴുതുകയും ചുവപ്പ് അരപ്പട്ട ധരിക്കുകയും ചെയ്യും. ബുധനാഴ്ച രാവിലെ വത്തിക്കാനിൽ നിന്നുള്ള ഉത്തരവ് ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപറമ്പിൽ മുഖേനയാണ് ഫാദർ ബോയയെ അറിയിച്ചത്. പദവി ദൈവത്തിന്റെ ദാനമാണെന്നും എളിമയോടെ തുടർന്നും സേവനം ചെയ്യാൻ നിർബന്ധിതനാകുന്നുവെന്നും ഫാദർ ബോയ പറഞ്ഞു. ആലപ്പുഴ വെള്ളാപ്പള്ളി കനാൽ വാർഡ് വെളിയിൽ പരേതനായ ജോണിന്റെയും ലില്ലിയുടെയും മകനാണ് ഫാദർ ജോൺ ബോയ. 2014 സെപ്റ്റംബർ 18 വൈദികനായ ശേഷം വത്തിക്കാനിൽ ഉന്നത പഠനം നടത്തി. തിരിച്ചെത്തി ആലപ്പുഴ രൂപതയിൽ സേവനം ചെയ്യുന്നതിനിടെ 2021 ജനുവരിയിലാണ് വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ സേവനത്തിന് നിയോഗിക്കപ്പെട്ടത്. കഴിഞ്ഞ 7 മാസമായി ആഫ്രിക്കയിലെ ബുർക്കിന ഫാസോയിൽ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റിൽ അഴിമതിയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ചും ഉപരോധ സമരവും സംഘടിപ്പിച്ചു. പോലീസുമായി നേരിയ തോതിൽ ഉന്തുതള്ളു. കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. നഗരസഭയ്ക്കകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കൂടുതൽ പ്രവർത്തകരെത്തി തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ചെയർപേഴ്സന്റെ റൂമിലെത്തിയ പ്രവർത്തകർ അഴിമതി പണം നിക്ഷേപിക്കുവാൻ പെട്ടിയും സ്ഥാപിച്ചു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് T. സൈനുലാബ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ നഗരസഭയുടെ അഴിമതിയും അതുപോലെ തന്നെ തൻപോരിമയും നഗരസഭാ ചെയർപേഴ്സന്റെ ധിക്കാരവും കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. CPM-ന്റെ ഏരിയ സമ്മേളനത്തിൽ ഇവിടെ പ്രധാനമായും ചർച്ച നടന്നത് കായംകുളം നഗരസഭയിലെ അഴിമതിയെക്കുറിച്ചായിരുന്നു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് അരവിന്ദാക്ഷന്റെ ഭാര്യയാണ് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. അരവിന്ദാക്ഷന് CPM-ന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഭരണമാണ് കായംകുളം നഗരസഭയിലെ അഴിമതി ഭരണം. യൂത്ത് കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ് പത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, നൌഫൽ, അസീം നാസർ, രാകേഷ് പുത്തൻവീടൻ, INDUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേഠ്, അഫ്സൽ സുജായി, ഗിരീഷ്, രാഹുൽ, ആശിഷ്, അക്ഷയ് തയ്യിൽ, ആദിത്യൻ അശോക് കുമാർ, ശ്രീകൃഷ്ണൻ കൊപ്പാറേത്ത, അനന്തകൃഷ്ണൻ, വിഷ്ണു, ഇർഫാൻ SS, ഇർഫാൻ അൻസിഫ്, മുട്ടക്കൽ റൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ കൈചൂണ്ടിമുക്കിലെ ആരിഫ് ഹോട്ടലിൽ സാമൂഹ്യ വിരുദ്ധ ആക്രമണം. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. ആലപ്പുഴ കൈചൂണ്ടിമുക്കിലെ ഹോട്ടലിൽ കഴിഞ്ഞ ദിവസമാണ് ആക്രമണം നടന്നത്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈചൂണ്ടി യൂണിറ്റ് ആരോപിച്ചു.
ഹോട്ടലിൽ കയറി ഫർണിച്ചറുകളും വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന ഭക്ഷ്യസാധനങ്ങളും കറികളും എല്ലാം അക്രമികൾ നശിപ്പിച്ചു. സംഭവത്തിൽ 30,000 രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഇതു സംബന്ധിച്ച നോർത്ത് പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട നടപടി അക്രമികൾക്ക് വീണ്ടും അക്രമം നടത്താൻ പ്രചോദനം നൽകും. ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് ചീഫിനും മുഖ്യമന്ത്രിക്കും സംഘടന പരാതി നൽകും. പ്രസിഡന്റ് ടിപ്ടോപ്പ് ജലീൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എബി തോമസ് അലീന, ട്രഷറർ അശോകൻ, വൈസ് പ്രസിഡന്റ് മുജീബ്, സെക്രട്ടറി അനീസ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷം നേതൃത്വം നൽകിയ പാനലിന് സമ്പൂർണ്ണ വിജയം. പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും AK പ്രസന്നൻ, CK മോഹനൻ, AS സാബു, R സുഖലാൽ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. രജിസ്ട്രാറുടെ നിയന്ത്രണങ്ങളിലുള്ളതും പ്രാഥമിക വായ്പാ സംഘങ്ങൾ ഒഴികെയുമുള്ളതുമായ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും PD രമേശനും മത്സ്യ ക്ഷീര സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും KG പ്രിയദർശനും തെരഞ്ഞെടുക്കപ്പെട്ടു. വ്യവസായ സഹകരണ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും PK രാജൻ, പ്രാഥമിക വായ്പാ സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും T ഷാജി, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഒഴികെയുള്ള സംഘങ്ങളിലെ ജീവനക്കാരിൽ നിന്നും PV കുഞ്ഞുമോൻ, സഹകരണ സംഘങ്ങളിലെ വനിതാ ഭരണസമിതി അംഗങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും EM സുജിത എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സംഘം ഭരണസമിതിയിലെ പട്ടികജാതി പട്ടികവർഗ മണ്ഡലത്തിൽ നിന്നും ഫൽഗുനൻ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഇടതുമുന്നണി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K പ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MPയുമായ അഡ്വക്കേറ്റ് M ആരിഫ്, ജില്ലാ കമ്മിറ്റി അംഗം NR ബാബുരാജ്, ചേർത്തല ഏരിയ സെക്രട്ടറി B വിനോദ്, ഏരിയ സെൻറ്റർ അംഗങ്ങളായ AS സാബു, PM പ്രമോദ്, PG മുരളീധരൻ, P ഷാജി മോഹൻ, CPI നേതാവ് AP പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സഹകരണ മേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് വിജയമെന്ന് CPM ഏരിയ സെക്രട്ടറി B വിനോദ് പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷവുമൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ആ പ്രസ്ഥാനത്തെ തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സഹകരണ പ്രസ്ഥാനത്തിന് കരുത്തേകുന്ന ഈ വിജയം പ്രിയപ്പെട്ട വോട്ടർമാർ നമുക്ക് നൽകിയിട്ടുള്ളത്. ചേർത്തല സർക്കിൾ സഹകരണ യൂണിയനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഫിലിയേഷൻ എടുത്തിട്ടുള്ള മുഴുവൻ സഹകരണ സംഘത്തിലെയും ജീവനക്കാരുടെ മണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ ഭരണസമിതിയുടെ മണ്ഡലത്തിൽ നിന്നും വ്യവസായ സഹകരണ സംഘത്തിൽ നിന്നും ഒക്കെ ഉള്ള പ്രതിനിധികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചിട്ടുള്ളത്. ഈ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും സഹകരണ രംഗത്ത് സാധാരണക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങളും സഹായങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ജീവനക്കാർക്ക് ബോധ്യപ്പെട്ടും അതിൻ്റെ ഭരണസമിതിയിലുള്ളവർക്ക് ബോധ്യപ്പെട്ടുമൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉജ്ജ്വല വിജയം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളത്. ടൈം ന്യൂസ്, ചേർത്തല. ചിരിയും ചിന്തയും കണ്ണീരുമൊക്കെയായി മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന ബഹദൂറിന് സ്മരണാഞ്ജലി. ബഹദൂർ ഓർമ്മയായിട്ട് 2.5 പതിറ്റാണ്ട് തികയുന്നു. ആദരസൂചകമായി ബഹദൂർ ഫോണ്ട് എന്ന പുതിയ ലിപിയും പുറത്തിറങ്ങും. വണ്ടിക്കാരൻ വീരാങ്കക്കാരണ്ടാങ്കെട്ടിന് പൂതി വെച്ച് കൊണ്ടോട്ടി ചെന്ന് കണ്ട് തണ്ടുകാരി പാത്തുമ്മാനെ സൽക്കാരം കഴിഞ്ഞപ്പ പാത്തുമ്മ പറയണ് ഇക്കാര്യം നടപ്പില്ലെന്ന്, നിക്കാഹിന് തൽക്കാലം മനസ്സില്ലെന്ന്. ചിരിയിലും കണ്ണീരിലും അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ബഹദൂറിൻ്റെ ഓർമ്മകൾക്ക് 25 വയസ്സ് പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ആദരമായി പുതിയ ലിപി എത്തുന്നു. ഫോണ്ടോളജിസ്റ്റ് ഡോക്ടർ KH ഹുസൈനാണ് ബഹദൂർ ഫോണ്ട് എന്ന പുതിയ ലിപി രൂപപ്പെടുത്തുന്നത്. ബഹദൂറിനെ കുറിച്ച് മെയ് 22-ന് പുറത്തിറങ്ങുന്ന സ്മരണിക അച്ചടിക്കുന്നതും ഈ ലിപിയിലാണ്. കൊടുങ്ങല്ലൂരിലെ കലാപാരമ്പര്യമുള്ള പാടിയത്ത് കുടുംബത്തിൽ നിന്ന് തിക്കുറിശിയുടെയും ശുപാർശയോടെയാണ് PK കുഞ്ഞാലുവെന്ന ബഹദൂർ സൂപ്പർ ഹിറ്റ് സംവിധായകനായ P സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തെത്തുന്നത്. 1954-ൽ പ്രേം നസീറിനെ നായകനാക്കി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത അവകാശി ബഹദൂറിന് വഴിത്തിരിവായി. മുട്ടത്തുവർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി K സേതുമാധവൻ സംവിധാനം ചെയ്ത പാടാത്ത പൈങ്കിളിയിലെ ചക്കരവക്കൻ എന്ന കഥാപാത്രമാണ് ബഹദൂറിനെ ശ്രദ്ധേയനാക്കിയത്. SP പിള്ള, അടൂർ ഭാസി എന്നിവരോട് കിടപിടിക്കുന്ന ഹാസ്യതാരമായി ബഹദൂർ അംഗീകരിക്കപ്പെട്ടു. 1970-72 വർഷങ്ങളിൽ മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടി. 1973-ലും 76-ലും മികച്ച സഹനടനുള്ള പുരസ്കാരവും ബഹദൂറിനെ തേടിയെത്തി. ദിലീപ് നായകനായ ജോക്കറായിരുന്നു അവസാന ചിത്രം. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്.
ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് ഓൺലൈനായി 7.5 കോടി തട്ടിയെടുത്ത കേസ്. ക്രിപ്റ്റോ കറൻസിയായി പണം കൈമാറിയ ചൈനീസ് വാലറ്റിനെ പറ്റി അന്വേഷണം ആരംഭിച്ചു. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളിൽ നിന്ന് 7.65 കോടി രൂപ കബളിപ്പിച്ചെടുത്ത ഓൺലൈൻ തട്ടിപ്പിൽ പ്രതികൾക്ക് ക്രിപ്റ്റോ കറൻസിയായി പണം നൽകിയ ചൈനീസ് വാലറ്റിനെ പറ്റി പോലീസ് അന്വേഷണം തുടങ്ങി. പ്രതികളായ തായ്വാൻ സ്വദേശികൾക്കും ഇവർക്ക് കമ്പ്യൂട്ടർ സംവിധാനം ഒരുക്കി സഹായിച്ച ജാർഖണ്ഡ് സ്വദേശിക്കും ചൈനീസ് കമ്പനിയുടെ വാലറ്റ് വഴിയാണ് ക്രിപ്റ്റോ എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണത്തിന്റെ കമ്മീഷനാണ് ഇവർക്ക് ക്രിപ്റ്റോ കറൻസിയായി ലഭിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. തായ്വാൻ സ്വദേശികളായ ചാങ് ഹോയൻ, ജാർഖണ്ഡ് സ്വദേശി സെയ്ഫ് ഗുലാം ഹൈദർ, നിർമ്മൽ ജെയിൻ എന്നിവർക്ക് ഒറ്റ വാലറ്റിൽ നിന്നാണ് പണമെത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. തമ്മിൽ പരിചയമില്ലെന്ന പ്രതികളുടെ വാദം പൊളിക്കുന്നതാണ് ഈ കണ്ടെത്തൽ. ഈ വാലറ്റ് വഴി ഇവർ പല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് ലഭിച്ച പണത്തിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ഇതിന്റെ വിശദാംശങ്ങൾ തേടി ചൈനീസ് കമ്പനിക്ക് പോലീസ് കത്തയച്ചെങ്കിലും മറുപടി ലഭിച്ചിട്ടില്ല. ഒട്ടേറെ സാങ്കേതിക തടസ്സങ്ങൾ ഇക്കാര്യത്തിലുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. നടൻ ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ 30 പേരുടെ സാക്ഷിപ്പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ആലപ്പുഴയിൽ 2 കോടി രൂപ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കും. കേസിൽ എറണാകുളത്തും ചെന്നൈയിലും നിന്നുൾപ്പെടെയുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. ഏതാനും പേരുടെ മൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് അവശേഷിക്കുന്നത്. നടൻ ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ 30-ലേറെ പേരുടെ സാക്ഷിപ്പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. കേസിലെ 1ഉം 3ഉം പ്രതികളായ കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന, ഭർത്താവ് ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലി എന്നിവരുടെ പ്രായപൂർത്തിയായ ഒരു മകനെയും പ്രായപൂർത്തിയാകാത്ത 2 മക്കളെയും സാക്ഷികളായി ചേർത്തിട്ടുണ്ട്. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവയുടെ ഫോറൻസിക് പരിശോധനാ വിവരങ്ങൾ ഔദ്യോഗികമായി അന്വേഷണ സംഘത്തിന് ലഭിക്കാനുണ്ട്. ഇതും സംഘം തെളിവായി സമർപ്പിക്കും. ഏപ്രിൽ 2-നാണ് ഓമനപ്പുഴയിലെ റിസോർട്ടിൽ വെച്ച എക്സൈസ് സംഘം കഞ്ചാവ് പിടികൂടിയത്. ഇത്രയും വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് സംസ്ഥാനത്ത് ആദ്യമായാണ് എക്സൈസ് പിടികൂടുന്നത്. ഈ കേസിലാണ് 2 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേസിലെ 3-ാം പ്രതിയെ ചെന്നൈയിലെത്തി പിടികൂടുകയും പ്രതികളുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളും സിനിമാ മേഖലയ്ക്ക് ഉൾപ്പെടെ നീളുന്ന പെൺവാണിഭ ഇടപാടുകളും കണ്ടെത്തിയിരുന്നു. പ്രതികളുമായുള്ള വാട്സപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കിയത്. ഇയാൾ ഉൾപ്പെടെ 5 പേരുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. എടത്വ വെട്ടുതോട് വളവിൽ ട്രാഫിക് സംവിധാനം. അപകടങ്ങൾ നിത്യസംഭവമായ പശ്ചാത്തലത്തിലാണ് ട്രാഫിക് സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. നിരന്തരം അപകടം നടക്കുന്ന എടത്വ വെട്ടുതോട് വളവിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് സുരക്ഷാ ട്രാഫിക് കോൺ സ്ഥാപിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വെട്ടുതോട് പാലത്തിന് സമീപം ഒരു ജീവൻ കൂടി പൊലിഞ്ഞതോടെ അപകടം പതിവായിരിക്കുന്ന വളവായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ തന്നെ റോഡിന്റെ മധ്യഭാഗത്തായി ട്രാഫിക് കോൺ സ്ഥാപിച്ചു. എടത്വ ചങ്ങരന്തൊട്ടിയിൽ സജീവന്റെ മകൻ രോഹിത് സജീവാണ് ഇവിടെ വെച്ച് മരണപ്പെട്ടത്. അമ്പലപ്പുഴ ഭാഗത്തു നിന്നും മീൻ കയറ്റി വന്ന മിനി ടെമ്പോ മറ്റൊരു സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട രോഹിത് സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തലയൊട്ടി പൊട്ടിത്തകർന്ന രോഹിത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെട്ടിരുന്നു. 2 വർഷത്തിനുള്ളിൽ 2 മരണവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളും ഇവിടെ നടന്നിരുന്നു. വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഇവിടെ വെച്ച് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ വളവിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അപകടക്കണിയാവുന്നത്. ദൂരെ നിന്നെത്തുന്ന വാഹനങ്ങൾ വളവിന്റെ അടുത്തെത്തുമ്പോൾ മാത്രമാണ് മറുഭാഗത്തു നിന്ന് വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. റോഡിന്റെ വളവും ഒപ്പം ചരിവും വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റുന്നതിന് കാരണമായിട്ടുണ്ട്. കൂടാതെ ഒട്ടുമിക്ക വാഹനങ്ങളും അമിത വേഗതയിലാണ് ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന അപകടത്തിലും മിനി ടെമ്പോ അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അപകട സ്ഥലങ്ങളിൽ അപായ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയോ ട്രാഫിക് നിയന്ത്രണം കർശനമാക്കുകയോ ചെയ്തിരുന്നില്ല. സംസ്ഥാന പാതയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞപ്പോഴാണ് മുന്നറിയിപ്പ് സിഗ്നലുമായി അധികൃതർ എത്തിയത്. തലവടി പഞ്ചായത്ത് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ 2 വർഷത്തിനുള്ളിൽ നിരവധി ജീവനുകൾ പൊലിയുകയും 50-ലേറെ അപകടങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. മഴക്കാലം തുടങ്ങുന്നതോടെ ഈ സ്ഥലങ്ങൾ യാത്രക്കാരുടെ പേടി സ്വപ്നമാണ്. അമിത വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് റോഡ് സുരക്ഷാ ചുമതലയുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും വൻ ദുരന്തം അഭിമുഖീകരിക്കേണ്ടി വരും. അപകട മേഖലകളിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കുകയും വേഗ നിയന്ത്രണം കർശനമാക്കുകയും ചെയ്യണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ടൈം ന്യൂസ്, ആലപ്പുഴ. ഒരു വിഭാഗം ആശാപ്രവർത്തകരുടെ രാത്രികാല സമരയാത്രയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകും. ഇതിനായി ചേർത്തലയിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരയാത്രയുടെ മുന്നോടിയായി ചേർത്തല മേഖലയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം UDF ജില്ലാ ചെയർമാൻ CK ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സമരം നീണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണെന്ന് നിരവധി സമരങ്ങൾ അനുഭവിച്ച് അറിയാവുന്ന ആളെന്നുള്ള നിലയിൽ നിങ്ങൾ കാണുമ്പോൾ ഏറെ പ്രയാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഈ ഗവൺമെൻറ്റിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശാവർക്കർമാരുടെ വേതനം ഞാനും വിചാരിച്ചിരുന്നതാണ് ഒരുപാട് കിട്ടുമെന്നൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഈ അടുത്ത കാലത്ത് സമരം നടത്തി വന്നപ്പോഴത്തേക്കും നമ്മൾ നോക്കിയപ്പോഴാണ് 232 രൂപ. ഇവിടെ ലോകത്തെങ്ങും ഇല്ലാത്ത ഒരു ശമ്പളം. എങ്ങനെയുണ്ട്?
ആശാ വർക്കർമാർ 232 മേടിക്കുമ്പോൾ ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് വളരെ പ്രയാസപ്പെട്ട് 232 മേടിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു പണിയും ചെയ്യാതെ AC റൂമിലിരുന്ന് 1,40,40,000 രൂപ മേടിക്കുന്നു. 1,40,40,000 രൂപ. ഇത് ലോക ചരിത്രത്തിൽ ഗിന്നസ് ബുക്കിലേക്ക് വരാൻ പോകുന്നു. മുഖ്യമന്ത്രിയുടെ മകള് വാങ്ങാൻ പോകുന്ന തുകയെക്കുറിച്ച് ഗിന്നസ് ബുക്കിലേക്ക് വരാൻ പോകുന്നു. ഇതുവരെ ഇല്ല. ഒരു പണിയും ചെയ്യാതെ ആർക്കെങ്കിലും പണം കിട്ടുമോ? അതാണ് ഏത് വെച്ചാൽ ഒന്ന് വെച്ചാൽ ലോക മഹാത്ഭുതങ്ങളൊക്കെയാണ് ഗിന്നസ് ബുക്കിലേക്ക് വരുന്നത്. വെച്ചാൽ ആരും ചെയ്യാത്ത പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്കാണ് അതാണ് ഗിന്നസ് ബുക്കിലേക്ക് വരാൻ പോകുന്നത്. ഏറ്റവും കുറച്ച് വേതനം മേടിക്കുന്ന 232 രൂപ ആശാ വർക്കർമാർ മേടിക്കുമ്പോൾ 1,40,40,000 രൂപ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾ മേടിക്കുന്നത് എവിടെ കേട്ടിട്ടുണ്ട്? സ്വാഗത സംഘം വൈസ് പ്രസിഡന്റ് KR സോമശേഖര പണിക്കർ അധ്യക്ഷത വഹിച്ചു. KHWA ജോയിന്റ് സെക്രട്ടറി TR രാജ്മോൾ വിഷയാവതരണം നടത്തി. KPCC സെക്രട്ടറി S ശരത് മുഖ്യപ്രഭാഷണം നടത്തി. അൻഷിമ പാനൽ അവതരണം നടത്തി. K പുരുഷോത്തമൻ, PV സുരേഷ് ബാബു, M റോക്കി, കവയത്രി സുനിജ ലക്ഷ്മി, KC ആന്റണി, PT രാധാകൃഷ്ണൻ, PR പ്രകാശൻ, R ശശിധരൻ, B ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആശാവർക്കറായ റഷീദ BV സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികൾ വിതരണം ചെയ്തു. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളികൾ നൽകിയത്. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ഗുരുതര പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് തടയിടാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു മുഹമ്മയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ട്രോളികൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു സ്വപ്ന ഷാബു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും അധികം സ്ത്രീകളാണ് വരുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് അനുയോജ്യമായ ലേഡീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉപകരണങ്ങൾ നമുക്ക് കൊണ്ടുവരണമെന്ന് അന്ന് സാർ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ പഞ്ചായത്തുകൾ ആ തരത്തിലേക്ക് വന്നില്ല എങ്കിലും നാട്ടിൽ അത്തരം ഉപകരണങ്ങൾ ഇറങ്ങിത്തുടങ്ങി. ഇന്നിപ്പോൾ ഏത് ഇരുമ്പ് കടയിൽ ചെന്നാലും നമ്മുടെ സ്ത്രീകൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തൂമ്പയും മമ്മട്ടിയൊക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ശാരീരിക ക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള ട്രോളി അല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ട്രോളി പ്ലാസ്റ്റിക് ചാക്കുകൾ ചുമടായി കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൂടിയാണ് ഹരിതകർമ്മ സേനയ്ക്ക് ട്രോളികൾ നൽകുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ND റെജി പറഞ്ഞു. സേനയുടെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ഇത്തരം നടപടികൾ ഉപകരിക്കുമെന്ന് ND റെജി കൂട്ടിച്ചേർത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ CD വിശ്വനാഥൻ, PA നസീമ, പഞ്ചായത്ത് അംഗങ്ങളായ B വിഷ്ണു, കുഞ്ഞുമോൾ ഷാനവാസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P മേഘനാഥൻ, VEO KP അനീഷ്, IRTC കോർഡിനേറ്റർ ആവണി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മെയ് 27-ന് കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന സൂചന. അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ കേരളത്തിലെത്തും. 27-ന് എത്തുമെന്നായിരുന്നു ആദ്യ പ്രവചനമെങ്കിലും 4 ദിവസത്തിനകം എത്തുമെന്നാണ് പുതുക്കിയ പ്രവചനം. അങ്ങനെയെങ്കിൽ 15 വർഷത്തിനിടെ ഏറെ നേരത്തെ കാലവർഷം ആരംഭിക്കുന്ന വർഷമാകും ഇത്. പൊതുവെ ജൂൺ 1-നാണ് കാലവർഷത്തിൻ്റെ കേരള പ്രവേശനം. തുടർന്നാണ് രാജ്യമാകെ വ്യാപിക്കുന്നത്. 2009 മെയ് 23-ന് എത്തിയതാണ് 25 വർഷത്തിനിടെ നേരത്തെയുള്ള വരവ്. കഴിഞ്ഞ വർഷം മെയ് 30-നും 2022-ൽ 29-നും എത്തി. അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയേറി. കർണാടക ഗോവ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെട്ട അടുത്ത ദിവസങ്ങളിൽ വടക്കോട്ട് നീങ്ങി തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിലാകും മഴ ശക്തമാകുക. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ വെള്ളിയാഴ്ചയും, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 24-നും 25-നും ഓറഞ്ച് അലർട്ടാണ്. ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വെള്ളിയാഴ്ചയും, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 24-നും 25-നും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കേരള തീരത്ത് ശക്തമായ കടലാക്രമണത്തിനും 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ 25 വരെ കടലിൽ പോകാൻ പാടില്ല എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതും കുഞ്ഞ് പിതൃസഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ടെന്ന കണ്ടെത്തലും നാടിനെ നടുക്കി. കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ജാഗ്രതപ്പെടണമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 77.81% ഇക്കൊല്ലത്തെ വിജയം. മുൻവർഷത്തേക്കാൾ നേരിയ കുറവ്.
വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. ദേശീയപാതയിൽ ചേർത്തല ഒറ്റപ്പുന്നയിൽ വാഹനാപകടം. കല്ലട ബസ്സും മിനി ബസ്സും കൂട്ടിയിടിച്ച് 9 സ്ത്രീകൾക്കും മിനി ബസ് ഡ്രൈവറിനും പരിക്ക്. 5 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 5 പേരെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുട്ടനാട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. രാമങ്കര വേഴപ്പറച്ചിറയിൽ അകത്തേപ്പറമ്പിൽ വിദ്യയാണ് ഭർത്താവിനാൽ കൊല്ലപ്പെട്ടത്. ഭർത്താവ് വിനോദ് കസ്റ്റഡി. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. ലിയോ 14 മാർപ്പാപ്പയുടെ ചാപ്ലിനായി ആലപ്പുഴ സ്വദേശി ഫാദർ ജോൺ ബോയയെ നിയമിച്ചു. ഇപ്പോൾ ആഫ്രിക്കയിൽ വത്തിക്കാൻ സ്ഥാനപതിയുടെ ചുമതല വഹിക്കുകയാണ് ഫാദർ ബോയ. കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ അഴിമതിയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് നഗരസഭ ഓഫീസിൽ ഉപരോധ സമരം നടത്തി പോലീസുമായി നേരിയ തോതിൽ ഉന്തുതള്ളു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.